കർത്താവേ, കർത്താവേ, ഒരു മനുഷ്യന്റെ മനസ്സിൽ സ്നേഹം തോന്നുന്ന കുറ്റമാണോ കർത്താവേ? കർത്താവേ, ഞാൻ ഉണ്ടില്ലേലും ഇവൾക്ക് 7 കോഴ്സ് ഡിന്നർ വാങ്ങിച്ചു കൊടുക്കാമേ. കർത്താവേ, ഞാൻ ഉടുത്തില്ലേലും ഇവൾക്ക് നല്ല തുണി വാങ്ങിച്ചു കൊടുക്കാമേ. കർത്താവേ, എന്നിൽ കരുണയുണ്ടാകണമേ. ഇവൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. കർത്താവ് ഇവളുടെ മനസ്സിന്റെ അകത്ത് കയറിയിരുന്ന് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. എന്താ കുട്ടി നൊന്ത് പ്രാർത്ഥിക്കാതെ തോന്നുന്നു? എങ്ങനെ നോവായിരിക്കും അച്ചോ? ഹൃദയത്തിൽ കുത്തി മുറിവേൽപ്പിച്ചിട്ട് ഒരു ശകല ഉപ്പ് തേക്കാതെ പോലെ തെറ്റില്ലേ അച്ചോ? എന്താ കാര്യം? പോട്ടച്ചോ, ഉപ്പ് എപ്പോഴും കയ്യെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഒരു ആശ്വാസം വാക്കിലും പറഞ്ഞൂടെ? കുട്ടിക്ക് എന്ത് പറ്റി പറയൂ. സ്നേഹിക്കുന്നവരെ ദുഃഖിപ്പിക്കുന്ന തെറ്റല്ലേ അച്ചോ? അതെ, വലിയ തെറ്റാണ്. എന്നാ പലർക്കും അത് അറിയത്തില്ല. ഈ പള്ളി വരുന്നവരോട് അച്ഛനാണെന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്നാ. ഇവിടെ വെളിയിലത്തെ പോസ്റ്റിന്റെ ഫ്യൂസ് എപ്പോഴും പോകുന്നുണ്ടല്ലേ? ഇല്ല. അത് ശരി. എന്നെക്കാലം വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഏതോ മുറിയില് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. ഈ മുറിയൊക്കെ തുറന്നാണ്. എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇതല്ല. എങ്ങനെ അറിയാം? ഈ വയറിന്റെ പോക്ക് കണ്ടിട്ട് അല്പം വശക്കേടുണ്ടെന്ന് തോന്നുന്നു. തുറന്നേ. ലൈറ്റൊക്കെ ചെക്ക് ചെയ്യണം. ഒരു അരമണിക്കൂർ നേരത്തെ പണിയാണ്. ശരി, ഞാൻ റിസപ്ഷനിൽ കാണും. Anita, I love you. I love you, Anita. 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 Anita, I love you. ചുമ്മാ ഒരു രസം. But I really mean it. വിനുവിന് ഭ്രാന്തുണ്ടോ? Yes, I am mad with love. അതുകൊണ്ടല്ലേ മനുഷ്യരാരും കാട്ടാത്ത ഈ കോപ്രാന്റത്തിലൊക്കെ ഞാൻ കാട്ടണേ. റിയലി ഈ സ്ഥലം കണ്ടപ്പോ, ഇതിന്റെ ഭംഗി കണ്ടപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ എഴുതണം തോന്നി. But it's beautiful now. I mean it.
ഐ ലവ് യു. വിനു, പ്ലീസ് ഫോർഗെറ്റ് മീ. എനിക്കൊരിക്കലും വിനുവിനെ സ്നേഹിക്കാൻ കഴിയില്ല. വൈ? ഞാൻ കന്യാസ്ത്രീയാവാൻ വിധിച്ചവളാണ്. എന്നെ എന്റെ വീട്ടുകാർ അങ്ങനെ നേർന്നതാണ്. കർത്താവിന് നിരക്കാത്തൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. വിനു എന്നെ ഇനി ഉപദ്രവിക്കരുത്. അനിത, I love you. What you mean? കർത്താവല്ല അവളുടെ വിധി എഴുതിയത്, അവളുടെ വീട്ടുകാരാണ്. ഭർത്താവ്, വീട്, കുഞ്ഞ്, കുടുംബം, ഇതെല്ലാം എല്ലാ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അനിതയ്ക്ക് ഉണ്ടാവില്ലേ? I know she loves me and we want to get married. അനിതേ, നിനക്കൊന്നും പറയാനില്ലേ? നീ വിനുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അനിതയുടെ അഭിപ്രായം അറിയാതെ എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. ഓൾ റൈറ്റ്, അനിത സമ്മതിക്കും. ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കും. അനിത, അനിത, you love me. You can't deny that. അനിത, വായ തുറക്കാൻ. അനിത, അനിത, please. അനിത, അനിത, നിന്റെ മനസ്സാക്ഷിയോട് നീ തന്നെ സ്വയം ചോദിച്ചോക്ക്. യു ലവ് മീ. ഐ നോ യു ലവ് മീ. അത് പറയാൻ നിന്റെ മനസ്സ് വെമ്പുന്നു. കേൾക്കാൻ എന്റെ മനസ്സും. Come on, അനിത, പ്ലീസ്. വേണ്ട, നീ പറയില്ലല്ലേ? അതിന്റെ അർത്ഥം യു ഹേറ്റ് മീ. യു ഹേറ്റ് മീ. ഓക്കെ ഓക്കെ. നിനക്കെന്നെ വേണ്ടെങ്കിൽ എനിക്കും എന്നെ വേണ്ട. I am going to jump down. I am going to commit suicide. Okay, goodbye. നാളെയാണ് ഡിസംബർ 25. നാളെയാണ് ക്രിസ്മസ്. നാളെയാണ് ഞങ്ങളുടെ വിവാഹം. എന്റെ മ്യൂസിക് ട്രൂപ്പിലേക്ക് ഞാൻ അനിതയെ കൂട്ടിക്കൊണ്ടുപോയി. അവർ അനിതയോട് ഒരു ഗാനം പാടാൻ ആവശ്യപ്പെട്ടു. വിനു, Be a good girl. Come on. please, Vinu. Okay. മൗനം ജന്മങ്ങൾ ഉൽകുന്നു. പൊന്നിനെ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ ഉൽകും നിൻ നാദം നൽകൂ.
വെൺമതികല ചൂടും പെണ്ണിൻ ചാരുതയിൽ പറന്നേറുന്നു മനം മറന്നാടുന്നു സ്വപ്നങ്ങൾ നീരും നവരത്നങ്ങൾ പേരും പൊന്നേലി എന്നുള്ളിൽ മൗനം വാങ്ങൂ ചെന്തളിരുകളോലും കന്യാവാടികയിൽ വരം നേടുന്നു സ്വയം വരം കൊള്ളുന്നു ഹേമന്തം പോലെ നവവാസന്തം പോലെ പൊന്നിനി എന്നുള്ളിൽ മൗനം വാങ്ങൂ ദൂരം തേറി നീങ്ങും മേഘം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി ലാ 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 la 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 കായലിലെ
നിനക്കിഷ്ടമാണ്. വിനു, പക്ഷേ നിന്റെ അച്ഛന്റെ ഈ ടൈം ടേബിൾ ചികിത്സയുണ്ടല്ലോ, ബെല്ലടിച്ച് 3 നേരം മരുന്ന് കൊടുക്കുകയും ഒച്ച വെക്കുന്നതിനെ പിടിച്ചോണ്ടുപോയി കറണ്ടടിപ്പിക്കുകയും ചെയ്യുന്ന ഏർപ്പാട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മകള് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയത് കൊണ്ട് ഭ്രാന്തായി പോയവനെയും 10 ലക്ഷം ലോട്ടറി അടിച്ചു എന്ന് കേട്ട് അന്തം വിട്ട് വട്ടായി പോയവനെയും ഒരേ ചാർട്ട് വെച്ചല്ല ചികിത്സിക്കേണ്ടത്. വിനുവിനെ കുറിച്ച് സാവിത്രിക്കുട്ടിക്ക് എന്താ മനസ്സിലായത്? ഇറ്റ്സ് എ ട്രാജിക് കേസ്. കഷ്ടമാണ്. യെസ്. ഒന്നുകിൽ കഴിഞ്ഞതൊന്നും അവന് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരടവാണിത്. പക്ഷേ അവൻ അങ്ങനൊരു കള്ളനാവാൻ പറ്റില്ല. പിന്നെ മനസ്സിന്റെ കാര്യമല്ലേ, ചില പെരും കള്ളന്മാരുണ്ട്, ഒരു പിടിയും തരില്ല. അപ്പൊ നമ്മളെന്താ വേണ്ടത്? ഒരല്പ പോലീസ് കളിക്കുക. എനിവേ, ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഇന്ന് പുതിയ പാട്ടുകളൊന്നുമില്ലേ? എന്താ? എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകും. അയ്യോ, അച്ഛനറിഞ്ഞാൽ? ഈ മുറ്റം വരെ കൊണ്ടുപോയാൽ ഞാൻ നല്ല പാട്ട് പാടാം. സാവിത്രി പറയുന്നിടത്തിരുന്നോളാം. എത്ര നാളായി ഈ ആകാശം കണ്ടിട്ട്. ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. ഓടിപ്പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബിനുവിന് ഇപ്പൊ കൊച്ചുകുട്ടികളുടെ മനസ്സാ. കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. പക്ഷെ സ്നേഹം കൊണ്ടും ശാസനം കൊണ്ടും അനുസരിപ്പിക്കാവുന്നതേ ഉള്ളൂ. ആന്റണിയും മറ്റും കൂടെ കൂട്ടിയാലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓടിപ്പോവാനാണെങ്കിൽ ഇതിന് മുമ്പേ ആവാറുന്നില്ലേ? എനിക്കറിഞ്ഞൂടെ എന്റെ ബിനുവിനെ? അച്ഛനറിഞ്ഞാൽ? അറിഞ്ഞാലെന്താ, എനിക്കല്ലേ ചാർജ്. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ? എന്തിനാ കുട്ടികൾ സംശയിക്കുന്നത്? എനിക്കൊന്നും ശീലമില്ലാത്തോണ്ടാ. അനുഭവങ്ങളിൽ നിന്നാണ് ശീലങ്ങൾ ഉണ്ടാകുന്നത്. സോ ഫസ്റ്റ് യു പ്ലേ വിത്ത് ദ ഗെയിം, then you decide how to play the game. വിനു, നമുക്ക് പുറത്തു പോവാം. എന്റെ ഉടുപ്പൊക്കെ ബാഗിന്റെ അകത്തിരിക്കാൻ ഒന്ന് എടുത്തു തരുമോ?
തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ ആകാശം താഴുന്നു നീഹാരം തൂങ്ങുന്നു കതിരൊളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടി നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ സുമതടങ്ങൾ പോകി മരന്തഗണങ്ങൾ ഒഴുക്കി മനസ്സിൽ കുറിച്ചു തരുന്നു നീ സംഗീതം കൂട്ടി നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ സ്വരങ്ങൾ മൂളി അനന്തപഥങ്ങൾ കടന്നു അണഞ്ഞു പറഞ്ഞു തരുന്നു നീ കിന്നാരം കൂട്ടി നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ ആകാശം താഴുന്നു നീഹാരം തോന്നുന്നു കതിരൊളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം